പൂഞ്ഞാർ ശ്രീ ശുഭാനന്ദാശ്രമത്തിൻ്റെ 22ാമത് വാർഷിക മഹോത്സവം ജൂൺ 27-ന് പൂഞ്ഞാറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 വാർഷിക ഘോഷയാത്ര സമാരംഭ സമ്മേളനം ആരംഭിക്കും. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നോബിൾ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാമി നിയുക്താനന്ദ അധ്യക്ഷനായിരിക്കും. ജയചന്ദ്രൻ കോട്ടയം സ്വാഗതം ആശംസിക്കും. ഘോഷയാത്രയ്ക്ക് പൂഞ്ഞാർ ടൗൺ ബസ് സ്റ്റാൻഡിൽ നൽകുന്ന സ്വീകരണത്തോടനുബന്ധിച്ച് നടക്കുന്ന യോഗം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് വാർഡ് മെമ്പർ റോജി തോമസ് ഉദ്ഘാടനം ചെയ്യും. 11:30 പൂഞ്ഞാർ സ്റ്റോവ ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്യും. ആത്മലോകത്തെ ഒന്നായി കാണുവാനുള്ള അറിവ് ഉപദേശിക്കുന്ന ആധ്യാത്മികമായ ആദർശമാണ് പ്രബോധന സംഘം. കേരളത്തിൽ മാത്രമായി 50-ൽ അധികം ശാഖകളുള്ള ഈ ആശ്രമം ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ആശ്രമങ്ങൾ സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികളെ ഏകദൈവ വിശ്വാസത്തിലെത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 5 മഹാഭാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കണമെന്ന് ഗുരുനാഥൻ ശിഷ്യരെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്രകാരം മദ്യപാനവും വ്യഭിചാരവും ഹിംസയും വിഗ്രഹാരാധന, ശരീരപൂജയാകുന്ന വിഗ്രഹാരാധനയും കർശനമായി ഇതിനെ പഞ്ചപാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുവാൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്ന ആത്മബോധോദയ സംഘം മദ്യപാനമെന്ന ആ വിപത്തിനെ കർശനമായി എതിർക്കുകയാണ്. ആത്മബോധോദയ സംഘം ട്രസ്റ്റി സ്വാമി വേദാനന്ദ അധ്യക്ഷനായിരിക്കും. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ, SNDP വനിതാ സംഘം മീനച്ചിൽ യൂണിയൻ ചെയർപേഴ്സൺ മിനർവ മോഹൻ, സ്വാമി പ്രജ്ഞാനാനന്ദ, സന്യാസിനി ഭഗവത് പ്രസാദിനിയമ്മ, സന്യാസിനി പാർവതിയമ്മ, ആശ്രമ പൂജാരി നിതിൻ രാജ് പൂഞ്ഞാർ എന്നിവർ സംസാരിക്കും. തുടർന്ന് ശുഭാനന്ദ ഗാനാർച്ചന, സമൂഹസദ്യ, സമൂഹാരാധന, ഭക്തിഗാനസുധ എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ശ്രീ ശുഭാനന്ദാശ്രമം സെക്രട്ടറി VK ബാബു, രക്ഷാധികാരി സന്യാസിനി ഗുരു കർമാനന്ദിനിയമ്മ, ആശ്രമ പൂജാരി നിതിൻ രാജ് എന്നിവർ പങ്കെടുത്തു.